മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ ചില നീക്കുപോക്കുകൾ ഈ അടുത്ത സമയത്ത് അതെ. വരുത്തി, പ്രത്യേകിച്ച് മറാഠ പ്രക്ഷോഭകാരികളെ ഒന്ന് വരുതിക്ക് നിർത്താൻ വേണ്ടി OBC ഖോട്ടായിൽ മറാഠകൾക്ക് സംവരണം വേണം എന്ന ഒരു ആവശ്യത്തെ ഏതാണ്ടൊരു കുറച്ചു പേർക്ക് സംവരണം ലഭിക്കത്തക്ക രീതിയിൽ ഹൈദരാബാദിൽ നൈസാമിന്റെ കാലത്ത് 1914 ഒരു ലിസ്റ്റ് അനുസരിച്ച് മറാഠകളിലെ പിന്നാക്കക്കാർക്ക് അന്ന് ഇപ്പോഴത്തെ ആളുകളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ പേര് ആ ലിസ്റ്റിലുണ്ട് എങ്കിൽ അവരുടെ പിന്മുറക്കാർക്ക് സംവരണാനുകൂല്യം OBC സംവരണം നൽകാമെന്ന ഒരു ഉറപ്പ് ഏതാണ്ട് ഒരു 10 ലക്ഷം പേർക്ക് പ്രയോജനം വരും. 4 കോടി മറാഠകളിൽ 10 ലക്ഷം പേർക്ക് പ്രയോജനം വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ അത് ഇലയ്ക്കും മുള്ളിനും പരിക്കില്ലാത്ത രീതിയിൽ ഫഡ്നാവിസ് ആ വിഷയം മഹാരാഷ്ട്രയിൽ പരിഹരിക്കുന്നു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതൊരു ഉരകല്ലാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാച്ച് ഫിക്സിംഗ് ആയിരുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായി ഉയർത്തുന്നത്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് അതേക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളാവാം. കർണാടക ആയിരിക്കില്ല, ഹരിയാന, മഹാരാഷ്ട്ര ആയിരിക്കാം. അതുകൊണ്ടാണ് ആഭ്യന്തരമായി മോദി വെല്ലുവിളികൾ നേരിടുന്നു. ആദ്യമായി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദ്യമായി അദ്ദേഹം റിയലിസ്റ്റിക് ആയ ചില വെല്ലുവിളികൾ നേരിടുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഉടനെ ഇല്ല, ദേശീയ തെരഞ്ഞെടുപ്പ് ഇല്ല എന്നതാണ് ഏറ്റവും അനുകൂലമായ കാര്യം.